നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര 24-ന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. CPM ചെമ്മനാട് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മന്ത്രി MM മണി താക്കോൽദാനം നിർവഹിച്ചു. സമത്വത്തിനായി സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി പോരാടണമെന്ന് വൈദ്യുതി മന്ത്രി MM മണി. അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീകൾ ഏതറ്റവും വരെ പോകാൻ തയ്യാറാകണമെന്നും മന്ത്രി. കുടുംബശ്രീ ജില്ലാ മിഷൻ ബഡ് സ്കൂൾ കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബാല്യകാല ഓർമ്മകൾ അയവിറക്കി കുഞ്ചത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സംഗമത്തോടനുബന്ധിച്ച് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ കുട്ടികൾ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് മതപഠന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതായി കണ്ടെത്തൽ. ജില്ലാതല ഡ്രോപ്പ് ഔട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി നടത്തിയ കണക്കെടുപ്പിലാണ് കൊഴിഞ്ഞുപോക്ക് കണ്ടെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര 24-ന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. കേരള യാത്രയുടെ ഉദ്ഘാടനം വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് നിർവഹിക്കും. യാത്ര ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കർഷകരക്ഷ, മതേതര ഭാരതം, പുതിയ കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കേരള യാത്ര നടത്തുന്നതെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മിലൻ തിയേറ്റർ ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യാത്ര 24-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസ് കെ മാണി ഈ മാസം 24-ാം തീയതി രാവിലെ 11 മണിക്ക് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന കേരള യാത്ര, അതിൻ്റെ ഉദ്ഘാടന കർമ്മം മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് AICC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. അതുപോലെ തന്നെ ആ പരിപാടിയിൽ പ്രമുഖമായി പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും MPയുമായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ് പതാക കൈമാറുന്നത് അദ്ദേഹമാണ്, ജോസ് കെ മാണിക്ക് ജാഥ ക്യാപ്റ്റന്. കേരള കോൺഗ്രസ് എം നേതാക്കളായ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, ജെറ്റോ ജോസഫ്, ചാക്കോ തെന്മിപ്ലാക്കൽ, സജി സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPM ചെമ്മനാട് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മന്ത്രി MM മണി താക്കോൽദാനം നിർവഹിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം 2000 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ഉദുമ ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള വള്ളിയോട് എന്ന സ്ഥലത്തെ നാരായണി അമ്മയ്ക്കാണ് CPM സ്നേഹവീടൊരുക്കിയത്. കാലവർഷക്കെടുതിയിൽ വീട് പൂർണ്ണമായി തകരുകയും അതിന് രേഖയില്ലാത്തതിനാൽ മറ്റ് മേഖലകളിൽ നിന്ന് ഒരു വിധത്തിലുമുള്ള സഹായവും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാരായണി അമ്മയും വിധവയായ മകളും 2 കുട്ടികളും വഴിയാധാരമാകരുത് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകിയത്. ചന്ദ്രൻ കൊക്കാൽ ചെയർമാനും സംഗീത് കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. 5,36,000 രൂപ ചെലവിൽ 600 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് വീടൊരുക്കിയത്. മേൽപ്പറമ്പ് ടൗണിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി MM മണി താക്കോൽദാനം നിർവഹിച്ചു. ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യസ്നേഹപരമാണ്, സാമൂഹ്യക്ഷമപരമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ നിലപാടാണ്. എന്നും അധ്വാനിക്കുന്നവരോടും ഭാരം ചുമക്കുന്നവരോടും ക്ലേശമനുഭവിക്കുന്നവരോടും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നിന്നിട്ടുണ്ട്. എന്നാൽ പാർട്ടിയെപ്പറ്റി നമ്മുടെ ശത്രുക്കളെല്ലാം പ്രചരിപ്പിക്കുന്നത് വേറെ നിലയിലാണ്. അതാണ് മനുഷ്യത്വമില്ലാത്ത പാർട്ടി. ആരെന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇനി മുന്നോട്ട് പോകും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്.
KV കുഞ്ഞിരാമൻ, T നാരായണൻ, ചന്ദ്രൻ കൊക്കാൽ, R പ്രദീപ്, V സംഗീത്, ഹനീഫ പെരുമ്പള എന്നിവർ സംസാരിച്ചു. CPM നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരുമടക്കം 100 കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. രാജ്യം സ്വാതന്ത്ര്യം നേടി ദശകങ്ങളായിട്ടും സ്ത്രീകളുടെ പദവി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സമത്വത്തിനായി സ്ത്രീകൾ സമൂഹത്തിലേക്കിറങ്ങി പോരാടണമെന്ന് വൈദ്യുതി മന്ത്രി M. മണി. കുടുംബശ്രീ ജെൻഡർ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച 4ാം ഘട്ട സ്വയം പഠന പ്രക്രിയയുടെ ജില്ലാതല ഉദ്ഘാടനം ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുരുഷാധിപത്യ മനോഭാവം മേൽക്കൈ നേടിയ സാമൂഹിക ക്രമങ്ങളിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീ സമൂഹം ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നിന്നും പുറന്തള്ളപ്പെട്ട സ്ത്രീകൾക്ക് മുഖ്യധാരയിൽ ഇടം കണ്ടെത്തുവാൻ കുടുംബശ്രീയുടെ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള സാമൂഹിക സമത്വം നടപ്പിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. കാലങ്ങളായി പിന്തിരിപ്പൻ പ്രതിലോമകാരികൾ തുടർന്നു വന്നിരുന്ന സതിയെന്ന മനുഷ്യത്വവിരുദ്ധമായ ആചാരം നിർത്തലാക്കുവാൻ സാധിച്ചത് സ്ത്രീ സമൂഹം കൂടി നടത്തിയ സമര പോരാട്ടങ്ങളിലൂടെയാണ്. അതേ അവസരത്തിൽ സതി നിലനിർത്തണമെന്നും ആചാരലംഘനം അനുവദിക്കുകയില്ലെന്നും പറഞ്ഞ് 71,000 സ്ത്രീകൾ അന്ന് തെരുവിലിറങ്ങിയത് മറന്നുകൂടെന്നും മന്ത്രി പറഞ്ഞു. മാറുമറയ്ക്കുവാനും സ്വാഭാവിക ജീവിത സൗകര്യങ്ങൾക്കും വരെ സ്ത്രീകൾക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാലം ഒരുപാട് മാറിയെങ്കിലും ഇന്നും സ്ത്രീകളെ അബലകളായി കാണുവാനാണ് പുരുഷ മേധാവികൾക്കിഷ്ടം. സാമൂഹിക സമത്വം നേടിയെടുക്കുവാൻ സ്ത്രീകളുടെ ശബ്ദം ഉയരേണ്ടതുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ അവരുടെ നീതിബോധത്തിനനുസരിച്ച് അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുകയും അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഏതറ്റവും പോകുവാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനാ വ്യവസ്ഥയുണ്ട്, നിങ്ങൾ ശബ്ദമുയർത്തണം. അതല്ലേ സത്യം, അതല്ലേ? അത് ശബ്ദമുയർത്തണം. കുടുംബശ്രീ മാത്രം പോരാ, അത് നിങ്ങൾക്ക് ശാക്തീകരണം തരാൻ സഹായിക്കും, തർക്കമില്ല. അത് മാത്രം പോരാ, സ്ത്രീകൾ അവകാശബോധമുള്ളവരാകണം. അവരുടെ അവകാശങ്ങളെ പറ്റി സമൂഹത്തെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ നിങ്ങൾ പ്രതികരിക്കണം, പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകണം എന്നാണ് പ്രിയമുള്ള സഹോദരിമാരെ എനിക്ക് അവസരത്തിൽ നിങ്ങളെ ഉത്ബോധിപ്പിക്കാനുള്ളത്. ചടങ്ങിൽ കുടുംബശ്രീ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകളും നടന്നു. ന്യൂസ് ഡെസ്ക് KCN. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബഡ് സ്കൂൾ കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷൻ ബഡ് സ്കൂൾ കലോത്സവത്തിൽ മുളിയാർ തണൽ സ്കൂൾ 53 പോയിന്റ് കരസ്ഥമാക്കി ചാമ്പ്യന്മാരായി. 32 പോയിന്റുമായി ചാച്ചാജി സ്കൂൾ 2ാം സ്ഥാനം നേടി. കാക്ക കുറക്കുന്ന സൗണ്ട്.
കലോത്സവം എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു മത്സരാർത്ഥി തന്നെ നിർവഹിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇതുപോലെ ഒരു ശരീരത്തിന് ഒരു പോറലുമില്ലാത്ത ആളുകളിൽ പോലും കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള കഴിവുകളാണ് ഇതുപോലെയുള്ള ആളുകളുടെ ഉള്ളിൽ കിടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരം വിഭിന്ന ശേഷിക്കാരായ കുട്ടികളുടെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ വികസിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് അത് അവർക്കും അവരുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും ഗുണം ചെയ്യുന്ന വിധത്തിൽ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ ബഡ്സ് ഫെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കാസർഗോഡ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈന മുനീസ, MDMC-മാരായ ഹരിദാസ്, പ്രകാശ് പാലെ എന്നിവർ നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ DT സുരേന്ദ്രൻ, D ഹരിദാസ്, P ജോസഫ്, സാഹിറ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിൽ കുട്ടികൾ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് മതപഠന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതായി കണ്ടെത്തൽ. ജില്ലാതല ഡ്രോപ്പ് ഔട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി നടത്തിയ കണക്കെടുപ്പിലാണ് കൊഴിഞ്ഞുപോക്ക് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം മാത്രം 559 കുട്ടികൾ ഇത്തരത്തിൽ പഠനം ഉപേക്ഷിച്ചതായും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. നിർബന്ധിതവും സാർവത്രികവുമായ വിദ്യാഭ്യാസം 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടുന്ന ഡ്രോപ്പ് ഔട്ട് ഫ്രീ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തിച്ചു വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 2018 ജൂൺ 1 മുതൽ ഒക്ടോബർ 16 വരെയുള്ള കാലയളവിൽ 559 കുട്ടികൾ സ്കൂൾ പഠനം ഉപേക്ഷിച്ചതായി കണ്ടെത്തി. വിദ്യാലയങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോയ കുട്ടികൾ കൂടുതലും ചെന്നെത്തിയത് മതപഠന കേന്ദ്രങ്ങളിലെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ സജിത് ബാബു പറഞ്ഞു. ഈ അടുത്ത കാലത്തൊരു പുതിയ പ്രതിഭാസം കാണുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്നും വ്യാപകമായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏകദേശം 550ഓളം കുട്ടികൾ സ്കൂൾ കരിക്കുലത്തിൽ നിന്ന് മാറിയിട്ട് വേറെ പല മേഖലയിലേക്കും പോകുന്നുണ്ട്. ഉദാഹരണത്തിന് മതപഠനത്തിനായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടിക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് നിയമം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ കുട്ടികളെ മുഴുവൻ തിരിച്ച് കരിക്കുലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഈ ഡ്രോപ്പ് ഔട്ട് ഫ്രീ കാസർഗോഡ് എന്നുള്ള ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കുട്ടികളെ തിരിച്ചുള്ള ശ്രമം നടത്തുകയാണ്. കൊഴിഞ്ഞുപോയ കുട്ടികളെ അവരുടെ സഹപാഠികളായ കുട്ടികളിലൂടെ കണ്ടെത്തി വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടികളിലാണ് ജില്ലാ ഭരണകൂടം. കുട്ടികളെ കണ്ടെത്താനായി ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുമായി ചേർന്ന് ഹെൽപ്പ് ലൈൻ ആരംഭിച്ചതായും കളക്ടർ അറിയിച്ചു. കുട്ടികൾ കൊഴിഞ്ഞുപോകുന്ന സാഹചര്യത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽപ്പ് ലൈൻ നമ്പർ കൈമാറിയിട്ടുണ്ട്. ജില്ലയെ ശിശു സൗഹൃദമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുമ്പോഴാണ് സ്കൂൾ പഠനം പൂർത്തിയാക്കാതെ കുട്ടികൾ കൊഴിഞ്ഞുപോകുന്നതിന്റെ കണക്കുകൾ പുറത്തുവരുന്നത്. ബാല്യകാല ഓർമ്മകൾ അയവിറക്കി കുഞ്ചത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സംഗമത്തോടനുബന്ധിച്ച് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കുഞ്ചത്തൂർ GVHSS സ്കൂളിലെ 2013-14 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ഓർമ്മകളുടെ അയവിറക്കാൻ വീണ്ടും ഒത്തുചേർന്നത്. ಜಿಲ್ಲಾ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿ ಚೇರ್ಪರ್ಸನ್ ಹರ್ಷಾದ್ ವೋರ್ಕಡಿ ವಿದ್ಯಾರ್ಥಿ ಸಂಗಮಂ ಉದ್ಘಾಟನೆ ചെയ്തു. ನಾವು ಕೂಡ ಇತ್ತಂತೆ ಒಂದು ಶಾಲೆಯಲ್ಲಿ ಕಲಿತು ಈ ಒಂದು ಹಂತಕ್ಕೆ ತಲುಪಿರುವಂತದ್ದು. 4 years ಬ್ಯಾಕ್ ನೀವು ಇಲ್ಲಿ ಬಂದು ಕಲಿತಿದ್ದೀರಾ, ಇಲ್ಲಿ ಬಂದು ಎಂಜಾಯ್ ಮಾಡಿದ್ದೀರಾ, ಇಲ್ಲಿ ಬಂದು ಆಟ ಆಡಿದ್ದೀರಾ. ಆ 4 years ಬ್ಯಾಗಿನ ನೆನಪುಗಳನ್ನು ನೀವು ಮತ್ತೆ ಮೆಲುಕು ಹಾಕಲಿಕ್ಕೋಸ್ಕರ ಇವತ್ತು ಇಲ್ಲಿ ಬಂದು ಸೇರಿದ್ದೀರಾ. റഹ്മാൻ ഉദ്യാവര അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ ബാലകൃഷ്ണ, PTA പ്രസിഡന്റ് AK യോഗേഷ്, ദയാകർമാട, അധ്യാപികമാരായ പ്രമീളകുമാരി, സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. പാഠപുസ്തകങ്ങളെ അപ്രസക്തമാക്കുന്ന നയം അപലപനീയമെന്ന് KPSTA ബേക്കൽ ഉപജില്ലാ സമ്മേളനത്തിന് സമാപനം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന ഓമനപ്പേരിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ മറവിൽ പരീക്ഷകളും പാഠപുസ്തകങ്ങളും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം അപലപനീയമാണെന്ന് KPSTA ബേക്കൽ ഉപജില്ലാ സമ്മേളനം ആരോപിച്ചു. SSA, RMSA മേഖലകളിൽ സങ്കുചിത രാഷ്ട്രീയമാണ് നടപ്പിലാക്കുന്നതെന്നും സമ്മേളനം ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ പെരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളേൽ വീട്, V കണ്ണൻ പെരിയ, C കമലാക്ഷൻ, K അനിൽകുമാർ, ഗോപി കാരാക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനതല മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പ്രതിനിധി സമ്മേളനം കുഞ്ഞിക്കണ്ണൻ കരിശ്ശേരി ഉദ്ഘാടനം ചെയ്തു.
കെ എൻ പുഷ്പ, കെ രാജീവൻ, സി കെ വേണു, എ കെ പ്രിയ, കെ കെ സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നാടിന് ഉത്സവമായി മൊഗ്രാൽ പുത്തൂരിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് പഞ്ചായത്ത് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഗ്രാമോത്സവ് 2018-19 ഭാഗമായി ICDS കാസർഗോഡ്, കുനിൽ CH മുഹമ്മദ് കോയ സ്മാരക വായനശാല എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് നാടിന് ഉത്സവമായി മാറി. പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടിയിലെ കുട്ടികളും അധ്യാപകരും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AA ജലീൽ അധ്യക്ഷത വഹിച്ചു. CDPO സന്ധ്യ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീറ ഫൈസൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കമ്പാർ, ചെയർപേഴ്സൺ ഫൗസിയ മുഹമ്മദ്, അംഗങ്ങളായ SH ഹമീദ്, പ്രമീള, ലീല, ജയന്തി, ICDDS സൂപ്പർവൈസർ ബബിത CH, മുഹമ്മദ് കോയ സ്മാരക വായനശാല പ്രവർത്തകരായ മാഹിൻ കുനിൽ, MA നജീബ്, BA സിദ്ദീഖ് ബേക്കൽ, ജലാൽ വലിയ വളപ്പ്, അംസുമേനത്ത്, KB അഷ്റഫ്, BMA ഖാദർ, മൊയ്തീൻ റഹ്മത്ത്, മഹ്മൂദ് മൊഗ്ഗർ, മുസ്തഫ ഹൂബ്ലി, ഹാരിഫ് എടച്ചേരി, KB ഷെരീഫ്, നബീൽ, ഇർഫാൻ കുനിൽ, ഫൈസൽ, അസീർ, നൌഷാദ്, ഷാഫി ലണ്ടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രകൃതിയിലെ കാഴ്ചകൾ ചിത്രങ്ങളിൽ പകർത്തി കുഞ്ഞു ചിത്രകാരന്മാർ. അമ്പലത്തറ മേരി ക്വീൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ ബഡ്ഡിംഗ് ക്രിയേറ്റിവിറ്റിയാണ് ചിത്രങ്ങളുടെ വിസ്മയം ഒരുക്കിയത്. തങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നിറവും ഭാവനയും കലർത്തി കുഞ്ഞു കലാകാരന്മാർ ക്യാൻവാസിലേക്ക് പകർത്തി വെച്ചപ്പോൾ അത് ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി മാറി. അമ്പലത്തറ മേരി ക്വീൻ പബ്ലിക് സ്കൂളിലെ 1 മുതൽ 7ാം തരം വരെയുള്ള 44 കുട്ടികളാണ് ബഡ്ഡിംഗ് ക്രിയേറ്റിവിറ്റി എന്ന പേരിൽ ചിത്രപ്രദർശനം നടത്തിയത്. പ്രശസ്ത യുവചിത്രകാരൻ രതീഷ് കക്കാട്ടിൻ്റെ ശിക്ഷണത്തിലാണ് കുട്ടികൾ ചിത്രകല അഭ്യസിച്ചത്. ചിത്രകലാ പരിശീലനത്തിൻ്റെ 1 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രശസ്ത ചിത്രകാരൻ വിനോദ് അമ്പലത്തറ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മാക്സിമം വലുപ്പത്തിൽ സാധാരണ കളർ ഉപയോഗിച്ച് ഒരു കയറൊക്കെ കെട്ടിയിട്ട് ക്ലിപ്പിലൊക്കെ തൂക്കി വെക്കുന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും ഒരു സ്കൂളിലെ ചിത്ര പ്രദർശനം കുട്ടികളുടെ എക്സിബിഷൻ കടന്നു പോകാറില്ല. ഇത് ഞാൻ ഫസ്റ്റ് കയറി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു ഭംഗിയുള്ള ഒരു വലിയ ആർട്ട് ഗാലറിയിൽ എങ്ങനെയാണോ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ഒട്ടേറെ ചിത്ര പ്രദർശനങ്ങൾക്ക് താൻ സാക്ഷിയായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഭംഗിയോടും ചിട്ടയോടും കൂടി സ്കൂൾ തലത്തിൽ ഒരു ചിത്ര പ്രദർശനം കാണുന്നത് അപൂർവമാണെന്നും വിനോദ് അമ്പലത്തറ പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ തോംസൺ കൊട്ടിയത്ത്, പ്രിൻസിപ്പൽ ആനി, ചിത്രകലാ അധ്യാപകൻ രതീഷ് കക്കാട്ട്, PTA പ്രസിഡന്റ് മണി നെട്ടൂർ എന്നിവർ സംബന്ധിച്ചു. കുട്ടികൾക്ക് പ്രകൃതിയെ അറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു വിഷയത്തിൽ പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. വാട്ടർ കളർ, ക്രയോൺസ് എന്നീ മാധ്യമങ്ങൾ പ്രയോഗിച്ചാണ് ചിത്രരചന നടത്തിയത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി സമ്പത്തിനെ ഭാവനയിലൂടെ വീണ്ടെടുത്ത് ക്യാൻവാസിലാക്കി നടത്തുന്ന പ്രദർശനം കാണാൻ നിരവധി കലാസ്വാദകർ എത്തുന്നുണ്ട്. കുട്ടികളുടെ കഴിവിന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അങ്ങേയറ്റം പ്രോത്സാഹനവും പിന്തുണയും ലഭിക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ കുടുംബശ്രീ വനിതകൾക്ക് റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകാൻ റബ്ബർ ബോർഡ് തീരുമാനിച്ചു. കുടുംബശ്രീ മിഷൻ കേരളയുമായി ചേർന്നാണ് പരിപാടി. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ പരിശീലനം ആരംഭിച്ചു. റബ്ബർ ബോർഡും കുടുംബശ്രീ മിഷൻ കേരളയും സംസ്ഥാനത്തുടനീളം കുടുംബശ്രീ വനിതകൾക്ക് ടാപ്പിംഗ് പരിശീലനം നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് റബ്ബർ ബോർഡ് മേഖലാ ഓഫീസിന്റെ കീഴിലുള്ള കരിന്തളം റബ്ബർ ഉൽപ്പാദക സംഘവുമായി സഹകരിച്ച് കോയിത്തട്ട കുടുംബശ്രീ ഹാളിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി ആരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഗൾഫിനെക്കാട്ടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുമാനമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു വീട്ടിലൊരു ഗൾഫുകാരനും മകൻ ഗൾഫിലും അച്ഛൻ റബ്ബർ തോട്ടം, ഇങ്ങനെയാണ് കുറേ കാലങ്ങളായി നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇടക്കാലത്ത് വെച്ച് നിർഭാഗ്യവശാൽ ഈ റബ്ബറിൻ്റെ വില ഇടിയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ തന്നെ അതെങ്ങനെ തരണം ചെയ്യും, എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും. കെ അനിത അധ്യക്ഷയായി. റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ എ കുഞ്ഞമ്മ പദ്ധതി വിശദീകരിച്ചു. CDS ചെയർപേഴ്സൺ സെലിൻ ജോസഫ് ടാപ്പിംഗ് കിറ്റ് വിതരണം നടത്തി. PK രതീഷ് കുമാർ, പാറക്കോട്ട് രാജൻ, ക്യാപ്റ്റൻ K ബാലകൃഷ്ണൻ, O കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ K ജയചന്ദ്രൻ സ്വാഗതവും കരിന്തളം റബ്ബർ ഉൽപ്പാദക സംഘം പ്രസിഡന്റ് വരയിൽ രാജൻ നന്ദിയും പറഞ്ഞു.
നീലേശ്വരം ചാത്തമത്തെ സൗപർണിക കുടുംബശ്രീ JLG ഗ്രൂപ്പ് നടത്തിയ നെൽകൃഷിയിൽ 100 മേനി. ചാത്തമത്ത് വയലിലെ 1.5 ഏക്കറിലായിരുന്നു കൃഷി. നഗരസഭ CDS ചെയർപേഴ്സൺ TV രേണുക വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മാതൃകാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് പൊൻതിളക്കം. കുടുംബശ്രീ പ്രവർത്തകർക്ക് നെൽകൃഷിയിൽ 100 മേനി വിളവ് നൽകിയാണ് പാഠങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരുടെ ഉദ്യമനത്തിന് പ്രതിഫലം നൽകിയത്. നീലേശ്വരം നഗരസഭയിലെ 12ാം വാർഡിലെ ചാത്തമത്ത് സൗപർണിക കുടുംബശ്രീ JLG ഗ്രൂപ്പാണ് ചാത്തമത്ത് വയലിൽ 1.5 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത്. ഇവിടെയാണ് 100 മേനി വിളവെടുത്തത്. നഗരസഭാ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശ്രീമതി TV രേണുക ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം നഗരസഭയിലെ 12ാം വാർഡിലെ ചാത്തമത്ത് 2ാം കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള 5 വനിതകൾ ചേർന്ന് സൗപർണിക സംഘകൃഷി ഗ്രൂപ്പ് രൂപീകരിക്കുകയും തരിശ് നിലം കണ്ടെത്തിക്കൊണ്ട് അവിടെ ജൈവകൃഷി രീതിയിലുള്ള നെല്ല് വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. കുടുംബശ്രീ മുഖാന്തരം നീലേശ്വരം നഗരസഭക്കകത്ത് തന്നെ ഏകദേശം 125ഓളം സംഘകൃഷി ഗ്രൂപ്പുകൾ വിവിധ വാർഡുകളിലായിട്ട് ഇതുപോലുള്ള നെല്ല്, പച്ചക്കറി ഇതുപോലുള്ള വിളവുകൾ ചെയ്യുന്നുണ്ട്. നഗരസഭാ കൗൺസിലർ KV സുധാകരൻ, JLG കൺവീനർ MV വാസുദേവ് എന്നിവർ സംസാരിച്ചു. P ബിന്ദു, TV കൈരളി, PK മാധവി, TK നാരായണി, PK ശ്യാമള എന്നിവരുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത്. കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തി. ഗ്രാമപഞ്ചായത്തും കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവുമായിരുന്നു സംഘാടകർ. ഉണർവ് 2019 എന്ന പേരിലായിരുന്നു ക്ലായിക്കോട് നടന്ന സംഗമം. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തും കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ക്ലായിക്കോട്ട് സംഘടിപ്പിച്ച പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം കാസർഗോഡ് ADM N ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ശകുന്തള അധ്യക്ഷത വഹിച്ചു. ചീമേനി SI ME രാജഗോപാലൻ ജനമൈത്രി പോലീസിന്റെ സാന്ത്വന കിറ്റുകൾ വിതരണം ചെയ്തു. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ DG രമേശ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജനപ്രതിനിധികളായ KP രജനി, കൈനികുഞ്ഞുകടൻ, K പ്രമിത, കയ്യൂർ PHCയിലെ ഡോക്ടർ സ്മിജ അരവിന്ദ്, ഡോക്ടർ അരുൺ എന്നിവർ സംസാരിച്ചു. KV ഗംഗാധരൻ സ്വാഗതവും NV രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് M സംസ്ഥാന വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര 24-ന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. CPM ചെമ്മനാട് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മന്ത്രി MM മണി താക്കോൽദാനം നിർവഹിച്ചു. സമത്വത്തിനായി സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഇറങ്ങി പോരാടണമെന്ന് വൈദ്യുതി മന്ത്രി MM മണി. അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീകൾ ഏതറ്റവും വരെ പോകാൻ തയ്യാറാകണമെന്നും മന്ത്രി. കുടുംബശ്രീ ജില്ലാ മിഷൻ ബഡ് സ്കൂൾ കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബാല്യകാല ഓർമ്മകൾ അയവിറക്കി കുഞ്ചത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സംഗമത്തോടനുബന്ധിച്ച് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ കുട്ടികൾ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് മതപഠന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതായി കണ്ടെത്തൽ. ജില്ലാതല ഡ്രോപ്പ് ഔട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി നടത്തിയ കണക്കെടുപ്പിലാണ് കൊഴിഞ്ഞുപോക്ക് കണ്ടെത്തിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.